നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളേ ഉള്ളൂ. ഈ BJP സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാവരും 100ഉം 110ഉം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ജയിക്കും, പിന്നെ അവർ തന്നെ അധികാരത്തിൽ വരും എന്നൊക്കെ ഉള്ള ഒരു നിലപാട് കൃത്യമായി എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, ഇപ്പോൾ മുംബൈയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ പിടിച്ചു. 28 തദ്ദേശ സ്വയംഭരണ 25 BJPയുടെ കോർപ്പറേഷനിൽ 25 BJPക്ക് തന്നെ കിട്ടി. BJP വല്ലാത്തൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇതിനു മുൻപേ ബീഹാർ ജയിച്ചു. ഇപ്പോൾ ഇനി ബംഗാളിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്, ബംഗാളും പിടിക്കും. കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കാം? അപ്പോൾ ഇതിനകത്ത് അടുത്ത ഇലക്ഷനകത്ത് ആര് വരും എന്നുള്ളതിനകത്ത് വേണ്ടിയാണല്ലോ നമ്മൾ ഇലക്ഷൻ നടത്തുന്നത്. 2026 ഇപ്പോൾ കേരളത്തിൽ BJP വരുമോ, കോൺഗ്രസ് വരുമോ, മാർക്സിസ്റ്റ് പാർട്ടി വരുമോ, അതിൻ്റെ ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്നാലും BJPക്കകത്ത് വല്ലാത്തൊരു ഗ്രാഫുണ്ട്. കാരണം തുടക്കം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തുടക്കം അവർ വിചാരിച്ചെടുത്ത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരമായിരുന്നു തുടക്കം, അങ്ങനെ ആകട്ടെ തുടക്കം. അവിടെ നമുക്ക് സ്വാധീനമുണ്ടല്ലോ. അവിടുന്ന് കോർപ്പറേഷൻ പിടിക്കുക, മേയറെ ഉണ്ടാക്കുക, MLA ഉണ്ടാക്കുക, MP ഉണ്ടാക്കുക എന്ന് 10 കൊല്ലം മുമ്പ് ഇദ്ദേഹം പറഞ്ഞതിന് ഒരു ആരംഭമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോക്കേസ് ആക്കിക്കൊണ്ട് വരുന്ന രീതിയിലേക്ക് കാര്യം പറയുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നുണ്ട്, അതിന് മുമ്പ് പൈലറ്റ് വാഹനം വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി ആരാ? അമിത്ഷാ. അപ്പം നമ്മൾ പറയേണ്ടത് 2024 ഇലക്ഷനകത്ത് BJPക്ക് വിചാരിക്കാത്തൊരു തട്ടുകേട് സംഭവിച്ചു. അതിന് മുമ്പ് 2 പ്രാവശ്യം 3-2 ഭൂരിപക്ഷത്തിൽ നിന്ന BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോയി. അതിനകത്ത് ആ സമയത്ത് നടത്തിയ പ്രചരണം ഒരുപക്ഷെ അന്ന് RSS ഇല്ലായിരുന്നു BJP വീണേനെ. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഈ പ്രാവശ്യം BJP വീഴും. അതിനുവേണ്ടിയുള്ള വർക്ക് ഒരുപക്ഷെ ജോർജ് സോറസിൻ്റെയും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെയും കള്ളപ്രചരണത്തിൻ്റെയും ഒക്കെ പേരിൽ നടന്നു. പക്ഷെ അതിനുശേഷം ഇതൊക്കെ കള്ളപ്രചരണമാണ്, ഇതെല്ലാം അവർ തടഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടിക്കാരന് അത് അവരുടെ ഗുണം, എല്ലാം തടഞ്ഞു. ആ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന NGOസിനെ മൊത്തം അവർ കണ്ടെത്തി, അതിന് കൊടുത്തിരുന്ന ഫണ്ട് കണ്ടെത്തി, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി. ആ നെറേറ്റീവ്സ് എല്ലാം പൊളിച്ചടിക്കുക. കാരണം ഇന്ന ടൂൾ കിറ്റ് ഇന്നിടത്തു നിന്നാണ്, ഇന്ന കലാപത്തിൻ്റെ ആഹ്വാനം ഇന്നിടത്തു നിന്നാണ്, ഇതെല്ലാം പൊളിച്ചടുക്കി. അതായത് ലോകം മൊത്തം ജെൻസി കലാപങ്ങൾ വരുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ലഡാക്ക് വരെ വന്നപ്പോൾ അവനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. മലപ്പുറത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നിടത്ത് ഈ മറാഠി കലാപം വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ വന്നതാണ്, അയാൾ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതേ രീതിയിൽ മാത്രമല്ല ഈ ജെൻസികൾക്കെതിരെ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരെ അതിനപ്പുറം അണിനിരത്തുന്നതിന് വേണ്ടി, അല്ലെ പോലീസോ പട്ടാളോ ഒന്നും വേണ്ട, ഇന്ത്യക്കെതിരെ ഇപ്പോൾ ആളുകൾ കൂടുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വേറെ ആൾ വരിക. അപ്പോൾ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു. അപ്പം അതിനുശേഷം അവരുടെ ഓപ്പറേഷൻ ഒരുപക്ഷെ 100ാം വാർഷികത്തിലേക്ക് ഇതിൻ്റെ എല്ലാം പുറകിൽ നിൽക്കുന്ന RSS ആണെന്ന് പറയുമ്പോൾ RSS വിചാരിക്കുന്നത് നടക്കുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ഹരിയാനയിൽ എല്ലാവരും എഴുത്തള്ളി കോൺഗ്രസ് വരുന്നത്, അവിടെ വന്നോ, അതിനുശേഷം മഹാരാഷ്ട്ര വന്നോ, അതിനുശേഷം ബീഹാറിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി, വിപ്ലവം ഉണ്ടാക്കി. നമ്മളെല്ലാം ബീഹാറിലെ ഇലക്ഷനകത്ത് BJPക്ക് അനുകൂലമല്ലാത്ത ഒരു റിസൾട്ട് ആണെങ്കിൽ കേന്ദ്രത്തിലെ ഭരണം പോകുന്ന ഒരു അവസ്ഥയില്ല സാർ. കാരണം ഓട്ടോ തിരിയുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാ ആരാ? നിതീഷ്. യാതൊരു മൊറാലിറ്റി ഇല്ല. മോഷണം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ആളുടെ കൂടെ നിൽക്കണം, ഇന്നലെ വരെ അയാൾ സഹായിച്ചു വന്നൊന്നുമില്ല, നാളെ കാലത്ത് പുള്ളിയുടെ താല്പര്യം അനുസരിച്ച് മുമ്പോട്ട് എങ്ങോട്ടും തിരിയും. അപ്പോൾ അയാളെ എവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അവിടെ ഉണ്ടാവണം. അത് എങ്ങനെ വന്നേ? പ്രതിപക്ഷമില്ലാതെ വന്നില്ലേ? കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ദിവസം 6 MLA-മാരുണ്ടായിരുന്നതിനെയും കൂടെ ഇനി മേടിച്ച്, കോൺഗ്രസ്സേ ഇല്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഇന്നലെ നടന്നൊരു സംഭവം. കാരണം ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ അല്ല, മഹാരാഷ്ട്രയിൽ 3-2 ഭൂരിപക്ഷത്തിൽ ഈ പറഞ്ഞ 2024 ശേഷം നടന്നപ്പോൾ ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 30 കൊല്ലം കൊണ്ട് ആടയിരിക്കുക, ഈ താക്കറെ കുടുംബത്തിൻ്റെ കീഴിലിരിക്കുക. ഒരുപക്ഷെ ഈ ബാൽ താക്കറെ ഉണ്ടായ കാലം തൊട്ട് അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അവിടെ സമ്പത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സമ്പത്ത് വേണം, ഉറവിടമായിരിക്കുന്ന ഈ കോർപ്പറേഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, 74,000 കോടി രൂപ വാർഷിക വരുമാനമുള്ള കോർപ്പറേഷൻ ഇത് പിടിച്ചെടുത്തിരിക്കുന്നു. അത് 28 ശൃംഖലയാണ്, 28 നമ്മൾ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ശൃംഖലയാണ്. അതിനകത്ത് 25 BJPയുടെ ഇല്ല. ആ രീതിയിലേക്ക് അപ്രമാദിത്യം ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ അവിടെ നേതൃത്വം കൊടുത്തതിനകത്ത് അണ്ണാമല വരുന്നു. അണ്ണാമലയുടെ പേര് ഇന്നലെ വലിയ രീതി ചർച്ചയാകുന്നു. കാരണം അവിടെ മറാഠിവാദം, ബാൽ താക്കറയുടെ മകൻ പറഞ്ഞ് ഇന്നൊന്നുകൂടെ കേരളത്തിൽ ഈയൊക്കെ ഭിക്ഷക്കാരാന്ന് പറഞ്ഞപ്പോൾ ഇത് എല്ലാവരും കൂടെ ഉള്ളടമാണ്. ആ ഒരു വാദം, ഞാനവിടെ വരും, വോട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇൻ്റർനാഷണലാണ്, ബോംബെ ആണ്, ഇത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പറച്ചിൽ തിരിച്ച് ഈ മറാഠികളുടെ വോട്ട് തിരിക്കാനും പറ്റിയില്ല BJPക്കെതിരെ. പക്ഷേ ദക്ഷിണേന്ത്യക്കാരുടെ വിവിധ പാർട്ടികൾക്ക് ചെയ്യുന്ന വോട്ട് മൊത്തത്തിൽ അണ്ണാമലയ്ക്ക് തിരിക്കാൻ സാധിച്ചു. ഈ അണ്ണാമല തന്നെ ഒരുപക്ഷെ നാളെ കാലത്തെ BJPക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് കേരളവും തമിഴ്നാടും ഒക്കെ. മനസ്സിലായി? എത്ര ആയാലും കോർപ്പറേഷൻ പിടിച്ചു സാധ്യതയുണ്ട്. അടുത്ത പ്രാവശ്യം ജയിച്ചു വന്നെങ്കിലേ നമുക്ക് MLA-മാർ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ സ്ഥലത്താണ് അണ്ണാമല ഒരുപക്ഷെ കേരളത്തിലേക്ക് വരുമോ, ആ രീതിയിലേക്ക്. അല്ലെങ്കിൽ ഇത് BJPയുടെ തേരോട്ടം. കാരണം 40 സീറ്റാണ് അവർ പറയുന്നത്. 40 സീറ്റിനകത്ത് 35 സീറ്റ് A ക്ലാസ് മണ്ഡലമുണ്ട്.
അതിനകത്ത് അവർ മത്സരിക്കാൻ ഈ പറയുന്ന നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് തയ്യാറെടുത്തതുപോലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോയി ഇലക്ഷൻ വർക്ക് ജനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ അവതരിപ്പിച്ച് വരാൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നം, ഇതുവരെയുള്ള പ്രശ്നം, ഈ കോർപ്പറേഷൻ പോലും ഇത്രയും നാൾ പിടിക്കാൻ പറ്റാതിരുന്ന പ്രശ്നമൊക്കെ അവരുടെ അകത്തെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ. കാരണം ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കറിയാം സുരേഷ് ഗോപി എന്ത് കാരണം വെച്ചാൽ BJP ഉണ്ടായിട്ടോ തൃശ്ശൂർ ജയിച്ചു. ജനങ്ങൾക്ക് താല്പര്യപ്പെട്ട വിശ്വാസം വന്നാൽ വരും. അപ്പോൾ അതേ രീതിയിലേക്ക് കേരളത്തിലേക്കും അവരെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അതൊരു പക്ഷേ പ്രയോജനം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല സാർ? അല്ല, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റം ഉണ്ടാക്കും എന്ന് ഒരു തർക്കവുമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ മുന്നേറ്റം എവിടെ വരെ വരും, അത് എത്രമാത്രം സീറ്റ് നേടാനായിട്ട് കഴിയുന്നതിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ഒരു 4-5 സീറ്റിനകത്ത് BJP ഒതുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇലക്ഷൻ വരുമ്പോൾ. ഇതിൻ്റെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിലവിലുള്ള സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയും ആ ഭരണവിരുദ്ധ വികാരം എങ്ങോട്ട് തിരിക്കണം എന്ന് ആളുകൾ ആലോചിച്ചപ്പോൾ പ്രതിപക്ഷം ആരാണോ അവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെയാണ് അവിടെ BJP ജയിക്കുന്നത്. കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റാതെ പോയതും അതുകൊണ്ടാണ്. എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ ആ രാഷ്ട്രീയ കാര്യശേഷി ഈ കഴിഞ്ഞ ദിവസം വീണ്ടും തെളിയിക്കപ്പെട്ടു. എങ്ങനെ തെളിയിക്കപ്പെട്ടു? വിഴിഞ്ഞം കരുതി എന്താണെന്ന് വെച്ചാൽ BJP ജയിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. കാരണം BJPയുടെ എല്ലാ ഓപ്പറേഷനും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹരിയാന അടക്കം അല്ലെങ്കിൽ മഹാരാഷ്ട്ര അടക്കം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ അനുസരിച്ചിട്ട് ഈ 50 സീറ്റിൽ നിൽക്കുന്ന BJP 51 സീറ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതി. ഉറപ്പായിട്ട് സംഭവിക്കാം. അത് സംഭവിക്കാം. പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ്. അത് നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കേരളത്തിന് ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക് ഉണ്ട്. ശരിക്കും പറയാം, ആ പൊളിറ്റിക്കൽ ഫാബ്രിക് പൊളിക്കാൻ ഇപ്പോഴും BJPക്ക് കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂർ ഒരു മാജിക്ക് കാണിച്ചു, സുരേഷ് ഗോപി ജയിച്ചു എന്നല്ലാതെ അതിനുശേഷം ഈ തൃശ്ശൂർ കോർപ്പറേഷൻ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക് ഇപ്പോഴും പൊളിച്ചടുക്കി BJPക്ക് മുന്നേറാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. അതാക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡായിട്ടായിരിക്കും മിക്കവാറും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറേ കൂടി ഇതിങ്ങനെ വ്യാപകമാവും, പടർന്നു കയറാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസ് എല്ലാം അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, വിജയത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിയെ BJP യഥാർത്ഥത്തിൽ മാറ്റി വരച്ചു. ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി മാറും എല്ലാ സ്ഥലത്തും. ത്രികോണ മത്സരത്തിൻ്റെ പ്രത്യേകത എപ്പോഴാണ് അതിലൊരാൾ ജയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ BJP ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്. ഒരു എന്താണ് അതിന് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും, അതിന് മറികടക്കാൻ പറ്റുന്ന ഒരു എനർജി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം പെട്ടെന്നായിരിക്കും കൂടുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 3-4 എന്നൊക്കെ പറയുന്ന പൊസിഷനിൽ നിന്നാൽ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ BJPക്ക് ജയിക്കാൻ കഴിയുമെന്ന് വിന്നിംഗ് പാർട്ടിയാണ് എന്ന് തോന്നൽ വന്നാൽ BJP ജയിക്കും. അപ്പോൾ മിക്കവാറും തന്നെ അതിന്റെ ആദ്യത്തെ ഒരു ഘട്ടം അറപ്പ് മാറണം എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷയിൽ പറഞ്ഞ. പക്ഷേ ഈ വോട്ടിംഗ് ശതമാനം ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ BJPയുടെ ഒരു ബേസ് വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതിൽ കാര്യമായിട്ട് കൂടാൻ പോകുന്നില്ല. പക്ഷെ ഇവർ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് തോന്നിയാൽ അവർ ജയിക്കും. അതാണ് ആ പൊസിഷൻ. അതാണ് തിരുവനന്തപുരം സംഭവിച്ചത്. തിരുവനന്തപുരത്ത് 35 2 ടേം കഴിഞ്ഞ് 35 ഇങ്ങനെ മരവിച്ചൊക്കെയായിരുന്നു 2 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം പെട്ടെന്ന് അമ്പയിലേക്ക് കയറുന്നത് ഈ ഒരു വിന്നിങ് ക്യാരക്ടർ അതിനുള്ളത് ആണ് എന്ന് തോന്നിയിട്ടാണ്. BJP അതിനനുസരിച്ച് അതിൻ്റെ തന്ത്രങ്ങൾ നീക്കുകയും ചെയ്തു. കാരണം എല്ലാ ശക്തിയും അവിടെ കേന്ദ്രീകരിച്ചു. ജയിച്ചാൽ 45 ദിവസത്തിന് ശേഷം മോദി വരും എന്ന് പ്രഖ്യാപിച്ചു. മോദിക്ക് മുമ്പ് അമിത്ഷാ വന്നു പോയി, മോദി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP മുന്നോട്ട് പോകുന്നത്. കാരണം BJP ഉദ്ദേശിക്കുന്നത് എങ്ങനെ കുറച്ച് MLA-മാരുണ്ടാവും, കുറച്ചുണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ കേന്ദ്രീകരണം തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ അവർ അവിടെ വിന്നിങ് പാർട്ടിയാണ്. കോർപ്പറേഷൻ അവരുടെ കയ്യിലിരിക്കുകയാണ് ചെയ്യുന്നത്. മോദി അങ്ങനെയല്ലേ പറഞ്ഞേ അല്ലേ,
ഗുജറാത്തിൽ ഇങ്ങനെയാണ്, ഒരു കോർപ്പറേഷൻ പിടിച്ചാണ് ഞാൻ പിന്നെ അല്ല കോർപ്പറേഷന് മുമ്പ് ഈ പറയുന്ന സഹകരണ സംഘം പിടിച്ചത്. അവിടുന്ന് കോർപ്പറേഷൻ, അവിടുന്നാണ് നിയമസഭ, അങ്ങനെ അവിടുന്നാണ് ഇന്ത്യ. ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ പരിപാടി ഇവിടെയും നടക്കും. പക്ഷെ ഇതിന് ഈ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. പതുക്കെ മാത്രമേ സാധ്യമായി തീരുള്ളൂ. അവരും കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. ഇനി തമാശ എന്താന്ന് വെച്ചാൽ, ഇവര് അധികാരത്തിൽ കയറിയ സ്ഥലത്ത് ഇവർക്ക് തിരിച്ചടിയായിരുന്നു. പാലക്കാട് അവർ പൊളിച്ചെടുത്ത്, പന്തളം പൊളിച്ചെടുത്ത്. അപ്പൊ എവിടെ ഭരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. തിരുവനന്തപുരം ഒരു ടെസ്റ്റ് ഡോസ് ആണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം. എന്താ നോക്കി, ഇവിടെ കൊച്ചിയിൽ ഇപ്പോ എന്താണ് കോൺഗ്രസ് തിരിച്ചു വന്ന സമയത്ത് ഈ നമ്മള് പോസ്റ്റർ കണ്ടില്ലേ, കൊച്ചിയിൽ കോൺഗ്രസ് വന്നു, മാലിന്യവും കൂടെ വന്നു. ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യക്ഷമത വളരെ പ്രധാനപ്പെട്ട. അല്ല നമ്മൾ കാര്യക്ഷമ അല്ലെങ്കിൽ ആളുകൾ എടുത്ത് പറഞ്ഞ ഇതുകൊണ്ട് ഈ ഒരു വാചകം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയാം, നമ്മൾ കഴിഞ്ഞ 5 കൊല്ലം നമ്മൾ എത്ര പറയുമ്പോഴും കൊച്ചിക്കുണ്ടായ മാറ്റം, കാരണം ഓരോ മാർക്കറ്റും കയറി നോക്കണം. അതിന് മുമ്പ് കിടന്നത് ഇപ്പൊ കിടന്നു. ഇനി നമുക്ക് ഈ സാർ പറഞ്ഞതുപോലെ അതിന്റെ മാറ്റമുണ്ട്. എത്ര പറയുമ്പോഴും അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടുത്തിലുണ്ടായിരുന്നു. പെട്ടെന്ന് തിരിച്ചറിയും ആളുകൾ തിരിച്ചറിയും. ഒരു സാധനം ഇടാൻ മാർക്കറ്റൊക്കെ നോക്കണം. എന്ത് വൃത്തിയായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. വളരെ ശ്രദ്ധിച്ചു. അപ്പൊ മാലിന്യം കൂടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വരട്ടെ, അണ്ണാമലൈ വരട്ടെ, BJP വരട്ടെ, കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയാം.